ഹാലേലൂയ. ദൂരത്തും ചാരത്തും ദേശത്തും വിദേശത്തും ഒക്കെയുമായിരുന്ന പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ പ്രാർത്ഥനയ്ക്കായി ഒരു ദൈവത്തിനെ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. 1 തെസ്സലോനിക്കയ്ക്ക് ലേഖനം 5-ാം അധ്യായം 16-17 വാക്യങ്ങൾ. എപ്പോഴും സന്തോഷിപ്പിൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാൻ കഴിയും. എപ്പോഴും സന്തോഷിക്കണമെങ്കിൽ നാം ഇടവിടാതെ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ഇടവിടാതെ പ്രാർത്ഥിക്കുന്നവൻ്റെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷിപ്പാൻ കഴിയുമെന്ന് പരിശുദ്ധാത്മാവ് ഈ പകൽക്കാലം നിങ്ങളോട് അറിയിക്കുകയാണ്. അതുകൊണ്ട് ദേശത്തിൻ്റെ വിദേശത്ത് ഒക്കെ എവിടെയായിരുന്നാലും നിങ്ങൾ ഏത് ഭാരത്തിലൂടെ കടന്നു പോകുന്നു, എന്നോടൊപ്പം പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നെങ്കിൽ സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്യുമെന്ന് ഇന്ന് പകൽ നിങ്ങൾ വിശ്വസിക്കുക. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളും ഒക്കെയുമായിരുന്ന പിതാവേ, പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കുമായി പ്രാർത്ഥിക്കുന്നു. വിവിധ ഭാരങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും നിരാശകളും ദുഃഖങ്ങളും സങ്കടങ്ങളും കണ്ണുനീരും ഒക്കെ ജീവിതത്തിലേറെ കടന്നു വരുമ്പോൾ അതിന് നടുവിൽ മനസ്സും അടുത്ത് പതറിപ്പോകാതെ മനുഷ്യൻ്റെ ജീവിതം ദുഃഖത്തിൻ്റെ കാരണത്തിലേക്ക് പോകാതെ എപ്പോഴും സന്തോഷിക്കുവാൻ ഇടപെടാതെ പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം ജനത്തിനുണ്ടാകുവാൻ ഞങ്ങൾ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കഷ്ടതയുണ്ട്, പ്രയാസങ്ങളുണ്ട്, ദുരിതങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്, കണ്ണുനീരുകളുണ്ട്. കർത്താവെ, വളരെ വേദനയുടെ അനുഭവത്തിലൂടെയൊക്കെ ജനം കടന്നു പോകുമ്പോൾ അതിന് നടുവിൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടി കർത്താവെ ജനത്തെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പാപം സകല മനുഷ്യനും പെരുകി അത് മുഖാന്തരം മാരകമായ രോഗങ്ങൾ അതുപോലെ മരണം മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ പ്രകൃതി പോലും മനുഷ്യന് അനുകൂലമല്ലാത്ത സാഹചര്യത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ കർത്താവെ ജനത്തോട് ദൈവം കരുണ കാണിക്കുന്ന മനസ്സറിയണമേ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ചില ദിവസങ്ങളായി വളരെ കർത്താവെ മഴയുടെ വളരെ പ്രയാസങ്ങൾ കേരളത്തിലെ 14 ജില്ലകളിലും ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളൊക്കെയും വെള്ളപ്പൊക്കങ്ങളും ദുരിതങ്ങളൊക്കെ വർദ്ധിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ കർത്താവെ ജനത്തിന് വിടുതൽ മോചനം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. മഴയ്ക്കൊരു ആശ്വാസം വരുവാൻ കർത്താവെ, വെള്ളപ്പൊക്കങ്ങളൊക്കെ മാറുവാൻ, ദുരിതങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ജീവിതങ്ങൾക്ക് ഒരു ആശ്വാസവും സമാധാനവും സ്വസ്ഥതയും കൊടുക്കണ്ടായി യേശുക്രിസ്തുവിൻ്റെ കരങ്ങളിൽ ഞങ്ങളെ വിഷയത്തെ പരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. സ്വർഗത്തിനും ഭൂമിക്ക് നാഥനായ ദൈവത്തിൻ്റെ മഹത്വം കർത്താവെ സകല ജനങ്ങളിലും വ്യാപരിപ്പാൻ അങ്ങയുടെ മഹത്വമേറിയ കരം കർത്താവെ വെളിപ്പെടാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കഷ്ടതയുടെ നടുവിലൂടെ കടന്നു പോകുന്ന അനേക ആയിരങ്ങളുണ്ടല്ലോ, അവർക്ക് കർത്താവെ സമാധാനം ആശ്വാസം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, ആമേൻ. കർത്താവെ, സകല കഷ്ടതയിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മഹത്വമേറിയ കരം കർത്താവെ ജനത്തിൽ വെളിപ്പെടുത്തുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കടലോരവാസികളെയും പുഴയോരവാസികളെയും ഒക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന തീരദേശങ്ങളിൽ വസിക്കുന്ന എല്ലാ ജനത്തിന്മേലും ദൈവത്തിൻ്റെ നീതിയുള്ള കരം വെളിപ്പെടുവാൻ യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ്. കർത്താവെ, പ്രളയം വളരെ പ്രയാസത്തോടെ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ കർത്താവെ അത് വരുമ്പോൾ അതിൽ നിന്നൊക്കെ കർത്താവെ ജീവഹാനികൾ ഉണ്ടാകാതെ ജനം വിടിവിക്കപ്പെടുവാൻ, ജനസമാധാനത്തിലേക്ക് വരുവാൻ, ഹല്ലേലൂയ, കേരളത്തിനും ഭാരതത്തിലും മഴക്കെടുതി കർത്താവെ വളരെ ദോഷം വിതയ്ക്കും ഇട്ടേക്കാതെ ജനത്തിന്മേൽ ദൈവത്തിൻ്റെ നീതിയുള്ള കരം വെളിപ്പെടുവാൻ യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ്. കേരളത്തിലെ 14 ജില്ലകളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തീരദേശങ്ങളിൽ പാർക്കുന്ന ജനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ആശ്വാസം കൊടുക്കണമേ, സമാധാനം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കണ്ണുനീരിനും ദുഃഖത്തിനും സങ്കടത്തിനും കാരണമായി തീരാതെ കർത്താവെ അവിടുന്ന് വിടുവിക്കണ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. സ്വർഗത്തിനും ഭൂമിക്ക് നാഥനായ ദൈവം അത്ഭുതം ചെയ്യണമേ. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ ആമേ വളരെ ജലപ്രളയങ്ങൾ നേടുമ്പോൾ ഹല്ലേലൂയ, അതിൽ നിന്ന് കർത്താവെ ഒരു മോചനം കൊടുക്കുവാൻ യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ്. പ്രളയ ദുരിത മേഖലയിലൊക്കെയും കർത്താവ് ആശ്വാസം കൊടുക്കണമേ. തിരിച്ച് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് നീങ്ങിയിരിക്കുന്നവർക്കൊക്കെയും കർത്താവെ സമാധാനം ആശ്വാസവും അവർക്ക് വേണ്ട പ്രത്യാശയും കൊടുക്കണമേ. ആമേ, ഒരു ആയുസ് മുഴുവൻ സമ്പാദിച്ച് മുഴുവൻ നഷ്ടപ്പെട്ട് കർത്താവെ വെള്ളം കൊണ്ടുപോകുമ്പോൾ പ്രളയം എടുക്കുമ്പോൾ അതിൻ്റെ നടുവിൽ ഭാരപ്പെടുന്ന അനവധി ആളുകളുണ്ട്. വീടുകൾ നശിച്ചവരുണ്ട് കർത്താവെ, കൃഷികൾ നശിച്ചവർ, ആടുമാട് കന്നുകാലികൾ, ആമേ, അവരുടെ സമ്പത്തുകൾ മുഴുവൻ നഷ്ടപ്പെട്ട് ഹല്ലേലൂയ ഒരു രാത്രി കൊണ്ടൊന്നുമില്ലാത്തവരായി മാറി അനവധി ആളുകൾ ഹല്ലേലൂയ. ആമേ, മലവെള്ളപ്പാഴ്ച, ഉരുൾപൊട്ടലുകളും നാശനഷ്ടങ്ങളും ഒക്കെ വർദ്ധിച്ചു വരുമ്പോൾ അതിന് നടുവിൽ മോചനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, കർത്താവെ, സകല ജനങ്ങളിലും പാപം ഒരുപോലെ പെരുകി പാപത്തിൻ്റെ വശീകരണത്തിൽ ജനം വീണ് കിടക്കുമ്പോൾ അതിൽ നിന്ന് ഒരു മോചനത്തിനായി അടിയും പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിനും ഭൂമിക്ക് നാഥനായ ദൈവത്തിൻ്റെ മഹത്വമേറിയ കരം അവിടുന്ന് അത്ഭുതങ്ങളെ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, രാജാതി രാജാവിൻ്റെ കരം ഇന്ന് പകൽ അത്ഭുതം ചെയ്യണനായി നീതിമാനായി ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ എല്ലാ ഡാമുകളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ, കർത്താവെ, അനവധി വെള്ളങ്ങൾ കെട്ടി നിൽക്കുന്ന ഡാമുകളുടെ സുരക്ഷിതത്വം ആമേ മാനുഷിക ബുദ്ധിയിൽ കർത്താവെ ഞങ്ങൾ ചിന്തിക്കുമ്പോൾ ആമേ സർക്കാരും കർത്താവൊക്കെ പലതും ചെയ്യുന്നുണ്ടെങ്കിലും കർത്താവെ ദൈവം കരുതാതെ ഒന്നിനും ഒരു ശാശ്വതമായ പരിഹാരമില്ലല്ലോ. എല്ലാ ഡാമുകളെയും എല്ലാ കർത്താവെ പുഴയോരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു.
അതിൻ്റെ പരിസരങ്ങളിൽ താമസിക്കുന്നവരെല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കനാൽ തീരങ്ങളിലൊക്കെയും ആയിരിക്കുന്നവർക്ക് എല്ലാവർക്കും ദൈവം സമാധാനം സ്വസ്ഥതയും കൊടുക്കണമേ, കടലിൽ നിന്ന് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവ് വെള്ളപ്പൊക്കം മുഖാന്തരം കർത്താവ് വാർദ്ധക്യത്തിലായിരിക്കുന്നവരുണ്ട്, രോഗികളായിരിക്കും, ജന്മനാ വൈകല്യമുള്ളവരുണ്ട്, ആക്സിഡൻറ്റിൽ പെട്ട് കിടക്കുന്നവർ, മറ്റൊരാളെ സഹായമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയാതെ അനവധി ആളുകൾ ഭാരപ്പെടുന്നുണ്ട്. അവർക്കൊക്കെയും ദൈവം സമാധാനം ആശ്വാസം കൊടുക്കാനായിട്ടും പ്രാർത്ഥിക്കുന്നു. കർത്താവ് വളരെ ദുരിതങ്ങൾ നിറയപ്പെട്ട ഈ സാഹചര്യങ്ങളിൽ പ്രളയത്തിനും കർത്താവ് മഴയ്ക്കൊരു ശാശ്വതമായ പരിഹാരം വരുവാൻ പ്രകൃതിയോട് ദൈവം കനിവ് തോന്നണമെന്നായി പ്രാർത്ഥിക്കുന്നു. വലിയ കാറ്റുകളടിച്ച് കർത്താവ് വലിയ വൃക്ഷങ്ങളൊക്കെ ഈ കടപുഴകി വീണ് അനവധി വീടുകൾ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ അതിൻ്റെ നടുവിൽ ഒരു സുരക്ഷിതത്തിനായിട്ടും പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിൻ്റെ ഭൂമിക്ക് നാഥനായ ദൈവത്തിൻ്റെ മഹത്വമേറിയ കരം ആ മേഖലയിലും വെളിപ്പെടുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേരളത്തിൻ്റെ 14 ജില്ലകളെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഉരുൾപൊട്ടൽ മേഖല സാധ്യതയുള്ള എല്ലാ പ്രദേശങ്ങളിലും കർത്താവ് അത്ഭുതം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ജനം വളരെ സുരക്ഷിതമായി തീരുവാൻ കർത്താവ് ജനത്തിന് ജീവന സ്വത്തിന് സംരക്ഷണം കൊടുക്കുവാൻ അങ്ങേക്ക് മാത്രമേ കഴിയുള്ളല്ലോ. അവിടുത്തെ അത്ഭുതങ്ങളെ ചെയ്യണമേ, നീതി വെളിപ്പെടുത്തണമേ, അവിടുത്തെ ഹിതമൊക്കെയും വെളിപ്പെടുവാൻ ഞങ്ങൾ യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ്. കഷ്ടതയും പ്രയാസങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും കണ്ണുനീരും സങ്കടങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ അതിന് നടുവിൽ ആരും പതറിപ്പോകാതെ വിശ്വാസത്തിൽ ഉറച്ചു നിൽപ്പാൻ കൃപ കൊടുക്കണമേ. ഈ മഴ മുഖാന്തരം കർത്താവ് പലയിടത്തും പലവിധമായ പനികൾ, വൈറസ് പനികളൊക്കെയും പെരുകി അനവധി ആളുകൾ ഹോസ്പിറ്റലിൽ കർത്താവിയെ പനിയാൽ ഭാരപ്പെടുമ്പോൾ അവിടുന്ന് ആശ്വാസദായകനായിരിക്കുന്ന കർത്താവിൻ്റെ അടിപ്പിണരാളുള്ള സൗഖ്യം കൊടുക്കണമേ. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയെന്ന് തിരുവെഴുത്തിൽ ഞങ്ങൾ വായിക്കുന്നത് പോലെ കർത്താവ് സകല ജനത്തിന് സൗഖ്യം കൊടുക്കുന്ന യേശുവിൻ്റെ കരം അവിടുന്ന് വെളിപ്പെടാനായി പ്രാർത്ഥിക്കുകയാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, കടലോരവാസികളും പുഴയോരവാസികളും കായലോരത്തും തോടുകളും ആറുകളും പുഴകളും കനാലുകളും ഒക്കെ ഉള്ളിടത്തും താമസിക്കുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇന്ത്യയുടെ 21 സംസ്ഥാനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. 7 കേന്ദ്ര പ്രദേശങ്ങൾക്കായി 6 ലക്ഷം ഗ്രാമങ്ങളിൽ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, പല സംസ്ഥാനങ്ങൾക്കകത്തും വെള്ളപ്പൊക്കം വളരെ ദുരിതമായിരിക്കുമ്പോൾ ഹല്ലേലൂയ അനവധി നാശനഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ നിന്ന് ഒരു മോചനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി ദൈവമേ അങ്ങ് അത്ഭുതം ചെയ്യണമേ. കടലൊക്കെ വളരെ ശോഭിച്ച് ഹല്ലേലൂയ വളരെ പ്രതിസന്ധി നേരിടുന്ന ഈ കാലഘട്ടത്തിൽ ഹല്ലേലൂയ ഒരു കടൽക്ഷോഭത്തിലൂടെ കർത്താവേ നാശനഷ്ടങ്ങളൊന്നും വിതയ്ക്കാതെ കർത്താവേ ജനത്തെയോട് സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണുനീരിനെ മറികടക്കാത്ത ദൈവം ഇന്ന് പകൽ അത്ഭുതങ്ങളെ ചെയ്യണനായി നീതി വെളിപ്പെടുത്തുവാൻ യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവത്തിൻ്റെ മഹത്വമേറിയ കരം ഇന്ന് പകൽ വെളിപ്പെടുവാൻ യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ്. അങ്ങയുടെ ഹിതവും പദ്ധതിയും ഒക്കെ വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കേരളത്തിലെ 3.25 കോടി ജനത്തിനായി, തലമുറകൾക്കായി, എണ്ണത്തിൽപ്പെടാത്തവർക്കായി, അന്യസംസ്ഥാന തൊഴിലാളികൾക്കായി പ്രാർത്ഥിക്കുന്നു. ഇന്ത്യയിലെ 29 സംസ്ഥാനങ്ങളിലായി ഹല്ലേലൂയ 7 ഗതവർഷങ്ങളായി 145 കോടിയിലധികം വരുന്ന ജനത്തിൻ്റെ വിടുതലായി പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ലോകരാജ്യങ്ങൾ 7 ഭൂഖണ്ഡങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. തെക്കേ അമേരിക്കയും വടക്കേ അമേരിക്ക, യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക രാജ്യങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. 7 ഭൂഖണ്ഡങ്ങളിലായി 800 കോടിയിലധികം ജനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഓരോ രാജ്യങ്ങളിലും അതിൻ്റെതായ പ്രകൃതി ദുരന്തങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ അതിൽ നിന്നൊക്കെ ഒരു മോചനത്തിനായിട്ടും പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മഹത്വമേറിയ കരം വെളിപ്പെടുവാൻ ഹല്ലേലൂയ അവിടുത്തെ കരങ്ങൾ വെളിപ്പെടുത്തണമേ. കർത്താവ്, ഈ മനുഷ്യൻ ദുഃഖത്തിൻ്റെ ഗതിയിലേക്ക് പോകാതെ, കണ്ണുനീരിലേക്ക് കടന്നു പോകാതെ ആശ്വാസദായകനായിരിക്കുന്ന കർത്താവിൻ്റെ മഹത്വമേറിയ കരം എല്ലാ മേഖലയിലും വെളിപ്പെടുവാൻ യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ്. അങ്ങയുടെ ഹിതമൊക്കെയും വെളിപ്പെടട്ടെ കർത്താവേ. വിവിധ രോഗങ്ങൾക്ക് അതിൻ്റെതായി കിടക്കുന്ന അനവധി ആളുകൾ ഞങ്ങൾക്ക് ചുറ്റിനുമുണ്ട്. അവരോട് ദൈവം കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മഴക്കാല മുഖാന്തരം പണിയില്ലാതെ ഭാരപ്പെടുന്നവർ, വ്യാപാര മേഖല, ബിസിനസ് മേഖല എല്ലാം തകർന്ന അനുഭവങ്ങൾ, ജോലിക്ക് പോകാൻ കഴിയാത്ത സാഹചര്യങ്ങൾ, മനുഷ്യൻ സാമ്പത്തികമായി വളരെ ഭാരപ്പെടുമ്പോൾ ഹല്ലേലൂയ അതിൻ്റെ നടുവിലും ദൈവമേ അത്ഭുതം ചെയ്യണമേ. ആരും നിരാശയും ദുഃഖീരുമായി തീരാതെ, ആരും കഷ്ടതയിലേക്ക് പോകാതെ എല്ലാവർക്കും ആശ്വാസത്തിൻ്റെ നായകനായിരിക്കുന്ന കർത്താവിൻ്റെ കരം അത്ഭുതകരമായ വിടുതൽ കൊടുക്കുവാൻ യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ്. അങ്ങയുടെ മഹത്വമേറിയ കരം വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദുഃഖത്തിലും കണ്ണുനീരിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ഹല്ലേലൂയ അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. വിവിധമായ മാരകമായ രോഗങ്ങൾ ശരീരത്തെ കാർന്ന് തിന്നുമ്പോൾ അതിൽ നിന്നൊക്കെയും ജനത്തിനും മോചനത്തിനാടിയും പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവത്തിൻ്റെ മഹത്വമേറിയ കരം അവിടുന്ന് വെളിപ്പെടുത്തുവാൻ യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ്. കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്ന ദൈവമേ അവിടുന്ന് അത്ഭുതം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ
കർത്താവിൻ്റെ മഹത്വമേറിയ കരം വെളിപ്പെടണം കർത്താവേ. ആമേ, വിവിധ രോഗങ്ങൾക്ക് അധീനരായിരിക്കുന്ന അനവധി ആളുകളുണ്ട്. ആമേ കർത്താവേ, ഈ മഴക്കാലം മുഖാന്തരം ആമേ വീടുകൾ നഷ്ടപ്പെട്ടവരുണ്ട് കർത്താവേ. ഹല്ലേലൂയ. ആമേ, കൃഷികൾ നഷ്ടപ്പെട്ടവരുണ്ട്. അവർക്കെല്ലാം ദൈവ സമാധാനം, ആശ്വാസം കൊടുക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം നീട്ടുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഇതുവരെയും നടത്തിയ ദൈവമേ, വീണ്ടും നടത്തണമേ. അവിടുന്ന് അത്ഭുതങ്ങളെ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സകല ജനത്തിന് സമാധാനം പകരേണ്ടനായി പ്രാർത്ഥിക്കുന്നു. സമാധാനം നഷ്ടപ്പെട്ടു പോകാതെ കർത്താവെ, സങ്കടപ്പെട്ടു പോകാതെ, നിരാശപ്പെട്ടു ദുഃഖിച്ചു പോകാതെ ആശ്വാസദായകനായിരിക്കുന്ന കർത്താവിൻ്റെ കരം ഓരോ വ്യക്തികളോട് സംസാരിക്കണമേ. ഈ കാല കർത്താവെ, മഴക്കാലത്ത് 2 വീലിലും 3 വീലിലും 4 വീലൊക്കെ സഞ്ചരിക്കുന്നവരുണ്ട്. ആമീൻ കർത്താവെ, പല റോഡുകളും നശിച്ച് കർത്താവ് വെള്ളക്കെട്ടാൽ ആമീൻ കുഴിയേതാ റോഡേതാന്ന് അറിയാൻ കഴിയാതെ ഭാരപ്പെടുന്നുണ്ട്. അതുപോലെ വെള്ളം ഉയർന്ന് കർത്താവെ, തോടുകളും പുഴകളും ആമീൻ റോഡുകളും തമ്മിൽ തിരിച്ചറിയാൻ കഴിയാത്ത സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ രാവും പകലുമൊക്കെ യാത്ര ചെയ്യുന്നവരുണ്ട്. അവിടെയും സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് മലയോര മേഖലയിൽ താമസിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. ഏത് സമയം അപകടങ്ങൾ പതിയിരിക്കുന്ന മലയോര മേഖലയിൽ കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യണമേ. അവർക്ക് ആശ്വാസം കൊടുക്കണമേ. അവരാരും നിരാശപ്പെട്ട് സങ്കടപ്പെട്ട് പോകാൻ തേകാതെ എൻ്റെ ദൈവത്തിൻ്റെ കരം അവർക്ക് അനുകൂലമായി തീരുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കർത്താവെ, താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും ഉൾപ്പെട്ടിരിക്കുന്ന നാശനഷ്ടങ്ങൾ വരുമ്പോൾ താഴ്ന്ന പ്രദേശങ്ങളുള്ള എല്ലാവരും കർത്താവെ, പലപ്പോഴും ജീവഹാനി വരുന്ന അപകടങ്ങൾ സംഭവിക്കുന്ന ഒരു ദേശം തന്നെ നഷ്ടപ്പെടുന്ന അനുഭവങ്ങൾ ഞങ്ങൾ കണ്ണാലെ കണ്ടിട്ടുണ്ട് കർത്താവെ. അങ്ങനെയുള്ള പ്രദേശങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജനമെല്ലാം സുരക്ഷിതമായി തീരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കിടക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. അവർക്ക് ആവശ്യമായ ഭക്ഷണവും കർത്താവെ, വെള്ളവും അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങളും മരുന്നും അതിന് വേണ്ടുന്ന എല്ലാ മെഡിക്കൽ സംവിധാനങ്ങളും കർത്താവെ അവിടുന്ന് ഒരുങ്ങാനായി ഞങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവത്തിൻ്റെ മഹത്വമേറിയ കരം അവിടുന്ന് വെളിപ്പെടുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വമേറിയ കരം ഇന്ന് പകൽ എല്ലാ മേഖലയിലും വെളിപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവെ, ജനത്തിന്മേ ദൈവത്തിൻ്റെ നീതി ഐക്യടനായി സർവശക്തനായ ദൈവത്തിൻ്റെ കുറവ് വ്യാപരിപ്പാൻ യേശു കർത്താവിൻ്റെ കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഹല്ലേലൂയ. കർത്താവ് വനങ്ങളോട് ചേർന്ന് താമസിക്കുന്നവർ ഹല്ലേലൂയ, അവരെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ മഴക്കാലം വന്യമൃഗ ശല്യങ്ങൾ ഏറെ പെരുകുമ്പോൾ കർത്താവേ, അതിൻ്റെ നടുവിലും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയൊക്കെ സൂക്ഷിക്കണമേ. വന്യമൃഗങ്ങളുടെ ശല്യം വളരെ കേരളത്തിൽ വ്യാപകമായി അനവധി ജീവിതങ്ങൾ അത് മുഖാന്തരം നഷ്ടപ്പെട്ട് മരണങ്ങൾ സംഭവിക്കുമ്പോൾ അതിൽ നിന്നൊരു മോചനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. വേണ്ടത്ര കരുതലുകൾ സർക്കാർ എടുക്കാതെ പലപ്പോഴും ആമീൻ കാട്ടാന ശല്യങ്ങളും പന്നിയും കടുവയും പുലിയൊക്കെ കർത്താവെ മനുഷ്യനെ ജീവനെ അപകരിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മോചനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവെ, ലോകം കൊടുക്കാത്ത, മനുഷ്യൻ കൊടുക്കാത്ത ഒരു സംരക്ഷണം ആമീൻ സ്വർഗത്തിലെ ദൈവം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ചെറുതും വലുതുമായ എല്ലാ വ്യാപാരി വ്യവസായികളെയും വഴിയോര കച്ചവടക്കാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ പ്രളയം കണ്ട് കർത്താവെ, പലയിടത്തും വെള്ളം കയറി പല കടകളിലും ആമീൻ കർത്താവെ, നിത്യോപയോഗ നശിക്കപ്പെടുമ്പോൾ വഴിയോര കച്ചവടക്കാർക്കെയും വളരെ ഭാരപ്പെട്ട അവർ നന്മകളൊക്കെയും അവരുടെ സാധനങ്ങളൊക്കെയും നഷ്ടപ്പെടുമ്പോൾ അതിൻ്റെ നടുവിൽ കർത്താവെ, അവർക്കും ആശ്വാസദായകനായിരിക്കുന്ന കർത്താവിൻ്റെ കരുനീട്ടി അവർക്ക് ഈ സാഹചര്യങ്ങളിൽ വീഴുന്ന കഷ്ടതയിൽ കർത്താവെ ആശ്വാസമേകണമേ. സകലത്തുമേലും ദൈവത്തിൻ്റെ നീതിയുള്ള കരം വെളിപ്പെടുവാൻ യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. ദുരിതങ്ങൾ നിറഞ്ഞ മഴക്കാലം കർത്താവെ, മനുഷ്യന് സ്വസ്ഥതയും സമാധാനം കൊടുക്കണമേ. രാവും പകലും കർത്താവെ, മനുഷ്യൻ യാത്ര ചെയ്യുമ്പോൾ ആ ഉപജീവന മാർഗത്തിനായി കടന്നു പോകുമ്പോൾ അവിടെയും അങ്ങയുടെ മഹത്വമേറിയ കരം വെളിപ്പെടുവാൻ യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ്. ആമേ. ശത്രുക്ക് മുമ്പാകെ യേശു ഒരുക്കുന്ന ദൈവത്തിൻ്റെ കരുണാകൃപ ഇന്ന് പകൽ എല്ലാ മേഖലയിലും വെളിപ്പെടാനും പ്രാർത്ഥിക്കുന്നു. അനീതിനെ മറികടക്കാത്ത ദൈവമേ, ഇന്ന് പകൽ ജനത്തിന് വേണ്ടി കർത്താവ് ആശ്വാസം കൊടുക്കണമേ. അവിടുന്ന് നൽകണമേ. ദാരിദ്ര്യത്തിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങളുണ്ട് കർത്താവെ. മറ്റ് സംസ്ഥാനങ്ങളിൽ പഠിക്കാൻ പോയ കുഞ്ഞുങ്ങൾ, മറ്റ് വിദേശ രാജ്യങ്ങളിൽ പഠിക്കാൻ പോയ കുഞ്ഞുങ്ങൾ, കേരളത്തിലെ പല സ്ഥലങ്ങളും പഠിക്കാൻ പോയ കുഞ്ഞുങ്ങൾ കർത്താവെ, പലപ്പോഴും ഈ മഴക്കാലത്ത് കർത്താവെ, ഹല്ലേലൂയ, വെള്ളക്കെട്ടുകൾ കാണാനും ആമേ കടലുകൾ കാണാനൊക്കെ കടന്നുപോയി വലിയ അപകടങ്ങൾ സംഭവിക്കുന്ന അനവധി കാഴ്ചകൾ കാണുമ്പോൾ ഹല്ലേലൂയ, അതിലൊക്കെ വളരെ നാശം സംഭവിക്കുന്ന അനുഭവങ്ങൾ, അതിലൊക്കെ ഒരു മോചനത്തിനാടിയും പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവത്തിൻ്റെ മഹത്വമേറിയ കരം അവിടുന്ന് വെളിപ്പെടുവാൻ യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ്. കർത്താവെ, ഇന്ന് പകൽ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അങ്ങയുടെ നീതിയുള്ള കരം വെളിപ്പെടണമേ. ഒരു ശാന്തത നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഴയ്ക്കൊരു ശാന്തതയെ കർത്താവ് നൽകണം. കർത്താവ് പ്രകൃതിക്ക് ഒരു മാറ്റം കൊടുക്കണമേ. ദുരന്തങ്ങളില്ലാതെ എല്ലാ മേഖലയിലും മഴയും ഞങ്ങൾക്ക് ആവശ്യമാണ്. മഴ പെയ്യേണ്ടനായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അങ്ങയുടെ മഹത്വമേറിയ കരം വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. മാനസികമായി തകർന്നിരിക്കുന്ന അനവധി ആളുകളുണ്ട്. വിവിധ പ്രതിസന്ധികളുടെ കടന്നു പോകുന്നവരുണ്ട്. ദാരിദ്ര്യത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട്. കടക്കിണിയിൽ കടന്നു പോകുന്നവരുണ്ട്. അവർക്കൊക്കെയും കർത്താവ് ആശ്വാസം കൊടുക്കണമായി. അവരുടെ ജീവിതത്തിലൊക്കെയും കർത്താവ് സമാധാനത്തെ നൽകണമേ. സ്വസ്ഥത പകരണമേ. ആശ്വാസം പകരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ.
രോഗികളെല്ലാം ഞങ്ങളോട് പ്രാർത്ഥിക്കും. തലവേദനയും ട്യൂമറും കണ്ണുവേദനയും ചെവിവേദനയും ടോൺസിൽസും തൈറോയിഡും ചെവിയുടെയും തലയുടെയും പെടലും ഒക്കെ ബാലൻസ് തെറ്റിയവർ, മൂക്കിൽ ദശ വളരുന്നവർ, മോണ സംബന്ധമായ വിഷയങ്ങളാൽ ഭാരപ്പെടുന്നവർ, ഹല്ലേലൂയ, ഹാർട്ടിൻ്റെ ലിവറിൻ്റെ ലെൻസ് സംബന്ധമായ രോഗങ്ങൾ, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ, ആമീൻ കർത്താവ്, ആസ്മ തുടങ്ങിയ പല രോഗങ്ങളും, ലിവർ സംബന്ധമായ രോഗങ്ങളെല്ലാം കർത്താവ് വിടുവിക്കണമേ പ്രാർത്ഥിക്കുന്നു. എല്ലാ ബ്ലഡ് ക്യാൻസറും കർത്താവ്, ബ്രസ്റ്റ് ക്യാൻസറുകളും, ഹല്ലേലൂയ, അതുപോലെ തന്നെ കർത്താവ് ബോൺ സംബന്ധമായ ക്യാൻസർ, ഹല്ലേലൂയ, മജ്ജ സംബന്ധമായ ക്യാൻസറുകൾ, എല്ലാ നാഡീനരമ്പ്, ജോയിൻറ്റുകൾ, ഉദര സംബന്ധമായ, യൂട്രസ് സംബന്ധ, കിഡ്നി സംബന്ധമായ രോഗങ്ങൾ, എല്ലാ വെരിക്കോസ്, വാത സംബന്ധമായ രോഗങ്ങൾ, ആമവാദങ്ങൾ, ത്വക്ക് സംബന്ധമായ രോഗങ്ങൾ, വിവിധ മാരകമായ രോഗങ്ങൾക്ക് അധീനരായി കിടക്കുന്നവർ, ഹല്ലേലൂയ, വൈറസ് രോഗങ്ങൾ ഭാരപ്പെടുന്ന, മഞ്ഞപ്പിത്തവും ടൈഫോയിഡും, ആമീൻ, ന്യൂമോണിയയിലൊക്കെ ഭാരപ്പെടുന്നവരുണ്ട്. അവർക്കൊക്കെയും കർത്താവ് ആശ്വാസവും സമാധാനം കൊടുക്കണനായി യേശുവിൻ്റെ കരങ്ങളിലേക്ക് അടിയും വിഷയങ്ങളെ ഏൽപ്പിക്കുകയാണ്. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവത്തിൻ്റെ മഹത്വമേറിയ കരം എല്ലാ മേഖലയിലും വെളിപ്പെട്ട് കാണുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അങ്ങനെ മഹത്വമേറിയ കരം വെളിപ്പെടണമേ പരിശുദ്ധാത്മാവേ. ഈ ജനത്തിന് വേണ്ടിയാടിയും പക്ഷപാതം ചെയ്യുകയാണ്. കേരളത്തിനായി ഞങ്ങളുടെ ഭാരതത്തിനാടിയും പക്ഷപാതം ചെയ്യുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കേണ്ടതിനാടിയും പ്രാർത്ഥിക്കുന്നു. അങ്ങനെ മഹത്വമേറിയ കരം വെളിപ്പെടണം. പരിശുദ്ധാത്മാവ് ഇടപെടണമേ. ജനത്തിൽ സമാധാനം കൊടുക്കണമേ. കുടുംബങ്ങളിൽ സമാധാനം കൊടുക്കണമേ. കണ്ണുനീരിനിടയാകരുതെന്ന് പ്രാർത്ഥിക്കും. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ ഭാരപ്പെടുന്നവരുണ്ട്. കർത്താവ് എവർക്കും ആശ്വാസവും സമാധാനം കൊടുക്കണമേ. അവിടെ പ്രശ്നങ്ങൾക്ക് അങ്ങ് പരിഹാരമായി തീരുവാൻ, ആശ്വാസകരമായി തീരുവാൻ വിടുതൽ കൊടുക്കുന്ന ദൈവമേ, സകല രോഗത്തിനും വൈദ്യനായ കർത്താവിൻ്റെ കരം അത്ഭുത സൗഖ്യം കൊടുക്കണായി യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവേ, ജനത്തിൽ വിടുതലയക്കണായി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ മഹത്വമേറിയ കരം എല്ലാ മേഖലയിലും വെളിപ്പെടട്ടെ. ആമീൻ. ദുരന്ത മേഖലയിലൊക്കെയും ആയിരിക്കുന്നവർക്ക് വിടുതൽ കൊടുക്കണമേ. ഈ സമയത്ത് കർത്താവ് ഞങ്ങളുടെ ക്രമസമാധാന പാലനരംഗത്തേക്ക് പോലീസിനും ആമീൻ ക്രമസമാധാന പാലനത്തോടനുബന്ധമായി നിൽക്കുന്ന ആമീൻ എല്ലാ പ്രിയപ്പെട്ടവർക്ക് പ്രാർത്ഥിക്കുകയാണ്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ആമീൻ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഓർക്കുകയാണ്. ഹല്ലേലൂയ. എല്ലാ സ്ഥലങ്ങളിലും എത്രയും പെട്ടെന്ന് സൗകര്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, സഹായങ്ങൾ എത്തിക്കുവാൻ സർക്കാരിനും പോലീസിനും ദുരന്ത സേനയ്ക്ക്, ദുരന്ത നിവാരണ സേനയ്ക്കും ഒക്കെ കഴിയേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. എല്ലാ മേഖലയും വലിയൊരു കരുതൽ കർത്താവെ ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അല്ലേലും ഈ മഴക്കാലം കർത്താവിന് സ്വസ്ഥമായി തീരട്ടെ, സമാധാനമായി തീരട്ടെ. കർത്താവ് ആശ്വാസത്തിൻ്റെ ദിവസങ്ങളായി തീരുവാൻ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് വിഷയങ്ങൾ ഏൽപ്പിക്കുകയാണ്. കടലൊക്കെ വളരെ ക്ഷോഭിച്ച് നിൽക്കുമ്പോൾ ഹല്ലേലൂയ അതോടനുബന്ധമായി ജോലി ചെയ്യുന്ന അനവധി ആളുകളുണ്ട്. അവരൊക്കെയും വളരെ സങ്കടത്തിലും ദുഃഖത്തിലും കണ്ണുനീരിലുമാണ്. അവർക്കൊരു സമാധാനം, ആശ്വാസവും സ്വസ്ഥതയൊക്കെ കൊടുക്കുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഞങ്ങളെ വിഷയത്തെ ഫലമേൽപ്പിക്കുകയാണ്. ആ മേഖലയിലും ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി ഇടപെടണമേ. പാപത്തിൻ്റെ, ശാപത്തിൻ്റെ, രോഗത്തിൻ്റെ, ബന്ധനത്തിൻ്റെ മനുഷ്യൻ്റെ കർത്താവേ ഹല്ലേലൂയ കർത്താവേ അക്രമങ്ങൾ മുഖാന്തരം പലതും സംഭവിക്കുമ്പോൾ ഒന്ന് മോചനം കൊടുക്കണം. മദ്യത്തിനും മയക്കുമരുന്നിനും പാനശാലകൾക്ക് ലഹരിക്കും അടിമപ്പെട്ട് കിടക്കുന്ന അനവധി കുടുംബങ്ങൾ അനവധി തകർന്നു കിടക്കുന്ന കുടുംബങ്ങൾ, തകർന്നുപോയ ജീവിതങ്ങൾ കുടുംബ ബന്ധങ്ങൾ തകർന്ന അനുഭവങ്ങൾ, സഹോദരന്മാർ തമ്മിൽ ഒത്തൊരുമിച്ച് വസിക്കാൻ കഴിയാതെ ശണ്ഠയുടെ അനുഭവം, കൊലപാതകങ്ങൾ, ഹല്ലേലൂയ ആത്മഹത്യകൾ പെരുകുമ്പോൾ, ഹല്ലേലൂയ ജീവഹാനി പല വിധത്തിൽ സംഭവിക്കുമ്പോൾ ഇതിനൊക്കെയും ജനത്തിന് പരിജ്ഞാനം കൊടുക്കണമേ. നിസ്സാര കാരണങ്ങൾക്ക് പോലും മനുഷ്യ കർത്താവെ നിയന്ത്രിപ്പാൻ കഴിയാതെ ഹല്ലേലൂയ ആത്മഹത്യ ചെയ്യുന്ന പ്രവണത ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിലേക്ക് വിടുതൽ കൊടുക്കണമേ. ഈ പീഡനങ്ങൾ വർദ്ധിക്കുന്നു. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും റോഡിൽ ഇറങ്ങി നടക്കാനോ ജീവിപ്പാനോ ഭവനത്തിൽ ഒറ്റയ്ക്കായിരിക്കാനോ കഴിയാത്ത നിലയിൽ വളരെ പീഡനങ്ങൾ വർദ്ധിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിൽ നിന്നൊക്കെ ഒരു മോചനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ ശൈശവത്തിലും ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലും വാർദ്ധക്യത്തിലും നിരാലംബരും വൃദ്ധരും അശരണ യാചകരും ഓർഫനേജിലും ഓൾട്ടേജ് ഹോമിലും ജുവൈൽ ഹോമിൽ തടവറയിലായിരിക്കുന്ന എല്ലാ ജനത്തെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവ് ഈ ജനത്തിന് സമാധാനം കൊടുക്കണം, മാനസാന്തരം കൊടുക്കണമേ. മനുഷ്യൻ ഞങ്ങളുടെ പാപങ്ങളെ വിട്ട് മടങ്ങി വരാനായി പ്രാർത്ഥിക്കുന്നു. ലോകരാജ്യങ്ങൾ 7 ഭൂഖണ്ഡങ്ങളായി തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ, അന്റാർട്ടിക് രാജ്യങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. 800 കോടി ജനങ്ങൾ, തലമുറകൾ, എണ്ണത്തിൽ പെടാത്ത 7 ഭൂഖണ്ഡങ്ങളിൽ അക്രമം വരുമ്പോൾ, അധാർമികത വരുമ്പോൾ അവിടേക്കും വിടുതലയക്കണമേ. ലോകം മുഴുവൻ സ്ഥാനമാനങ്ങൾക്കും അധികാരങ്ങൾക്കും വേണ്ടി മനുഷ്യൻ തമ്മിലടിച്ച്, അധികാരികൾ തമ്മിലടിച്ച് യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും അവിടെയിടെയായി കർത്താവേ മരണങ്ങൾ സംഭവിക്കുമ്പോൾ അതിൽ നിന്നൊക്കെയും കർത്താവ് വിടുവിക്കണമേ, ആശ്വാസം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ യുദ്ധക്കൊതിയന്മാരായ ലോകരാജ്യ രാഷ്ട്ര നേതാക്കന്മാർക്ക് മാനസാന്തരം കൊടുക്കണമായി പ്രാർത്ഥിക്കുന്നു. എല്ലാ ഭരണപ്രതിപക്ഷ പാർട്ടികൾക്കും മാനസാന്തരം കൊടുക്കണമേ. അധികാരത്തിന് വേണ്ടി സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാതെ ക്രൂരന്മാരായിരിക്കുന്നവർ, എല്ലാ സാമൂഹ്യ സാംസ്കാരിക ചലച്ചിത്ര മാധ്യമ മീഡിയ രംഗം നിൽക്കുന്നവരും എല്ലാ മത നേതാക്കന്മാരെയും രാഷ്ട്രീയ നേതാക്കന്മാരെയും ദൈവം സന്ദർശിക്കണമായി പ്രാർത്ഥിക്കുന്നു. മനുഷ്യൻ്റെ ജീവൻ്റെ സ്വത്തിന് വില തിരിച്ചറിയാൻ കഴിയാതെ കസേരയ്ക്ക് വേണ്ടി തമ്മിലടിക്കുന്നവരെയൊക്കെ സന്ദർശിക്കണമായി പ്രാർത്ഥിക്കുന്നു. തീവ്രവാദികളും ഭീകരവാദികളും
വർഗീയവാദികളും ഒക്കെയും ദേശത്ത് വരികയും അക്രമം സൃഷ്ടിക്കുമ്പോൾ കർത്താവേ, അതിൻ്റെ നടുവിൽ ദൈവമേ ജനത്തിൽ സമാധാനം കൊടുക്കണം. സകല ജനങ്ങളും മടങ്ങി വന്ന് മാനസാന്തരപ്പെടുവാൻ, ഹല്ലേലൂയ, പാപത്തിൻ്റെ വഴികൾ വിട്ട് കർത്താവേ ജനം ദൈവത്തെ അറിയണനായി ദൈവരാജ്യത്തിന് വേണ്ടി ജീവിക്കുവാൻ, ഹല്ലേലൂയ, ഒരു മാനസാന്തര ജീവിതം നയിപ്പാൻ ജനത്തിൻ്റെ ഹൃദയങ്ങളിൽ ആത്മാവ് ഇടപെടണമേ, പരിശുദ്ധാത്മാവ് ഇടപെടണമേ. അക്രമം നിറഞ്ഞ ജീവിതം കർത്താവേ ജനം വിടുവിക്കപ്പെടട്ടെ, അധാർമ്മികത ജനം വിടുവിക്കപ്പെടട്ടെ. കർത്താവേ, സകല അശുദ്ധിയിൽ നിന്ന് ജനം വിടുവിക്കപ്പെടുവാൻ, പാപഭംഗിരമായ ജീവിതം വിട്ട് മടങ്ങി വരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ആയുധമെടുത്ത് പോരാടുന്ന അനവധി ആളുകൾ മറ്റുള്ളവരുടെ ജീവൻ്റെ വിലയറിയാത്ത, വേദന അറിയാത്ത, വെറും ക്രൂരന്മാരായിരിക്കുന്ന കൊട്ടേഷനങ്ങളും ഗുണ്ടാസങ്ങളും ഭൂമാവിളും ബ്ലേഡുമാരും പിടിച്ചുപറിക്കാരും അഴിമതിക്കാരും കരിച്ചതക്കാരും പുകഴ്ത്തിവെപ്പുകാരും അതുപോലെ തന്നെ കൊള്ള പലിശക്കാരും ഒക്കെ ഉണ്ടല്ലോ. അവരെയൊക്കെ ദൈവം സന്ദർശിക്കണം, മാനസാന്തരം കൊടുക്കണമേ. സകല നീചന്മാരെ ദൈവം സന്ദർശിക്കണമെന്നാണ് ഞങ്ങൾ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. അങ്ങയുടെ മഹത്വമേറിയ കരം വെളിപ്പെടുത്തിയാട്ട് യേശുവിൻ്റെ നാമത്തിൽ തന്നെ ഞങ്ങൾ കർത്താവെ അപേക്ഷിക്കുമ്പോൾ അവിടുത്തെ നീതി വെളിപ്പെടുത്തണമേ. വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് മാഫിയ സംഘങ്ങളെ ദൈവം സന്ദർശിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മയക്കുമരുന്നുകളും മാഫിയ സംഘങ്ങളും കർത്താവെ രാജ്യത്തെ കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിക്കും. കുടുംബങ്ങളെ തകർക്കുന്ന ഈ അന്ധകാര വ്യാപാരങ്ങളെ നടുവിൽ നിർത്തി ഒരു വിടുതലിനും മോചനത്തിനുമായി പ്രാർത്ഥിക്കുന്ന എല്ലാ കള്ളുഷാപ്പ്, ബാർ, ബീവറേജ് ഉടമകൾ, ലഹരി വിൽപ്പന ഉടമകളെല്ലാം സന്ദർശിക്കണമേ. അനവധി യുവതിയുവാക്കന്മാരെ പാപത്തിലേക്ക് തള്ളിയിടുന്ന പിശാചുകൾ, അല്ലെങ്കിൽ അവർ മാനസാന്തരപ്പെടാൻ പ്രാർത്ഥിക്കുകയാണ്. അവയെ പീഡനങ്ങളും ബലാത്സംഗങ്ങളും അക്രമങ്ങളും പെരുകുമ്പോൾ അതിൻ്റെ നടുവിൽ കർത്താവ് നീചന്മാരും ക്രൂരന്മാരുമായിരിക്കുന്ന ഈ ദുഷ്ടൻ മനുഷ്യർക്ക് ഒരു മാനസാന്തരം കൊടുക്കുന്നതായി അല്ലെങ്കിൽ പ്രാർത്ഥിക്കും. സാത്താൻ്റെ തന്ത്രങ്ങൾ സകല ജനങ്ങളിലും പാപം വിതയ്ക്കുമ്പോൾ മനുഷ്യനെ ക്രൂരമായി വേട്ടയാടുന്ന ദുഷ്ടമൃഗങ്ങളെ പോലെയുള്ള മനുഷ്യ ജന്മങ്ങൾ കല്ലേലി അവർ കാമാർത്ഥികളിലൂടെ ചെയ്തു കൂട്ടുന്ന ഹീനമായ പ്രവൃത്തിയിൽ നിന്ന് ഒരു മോചനം കൊടുക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോക സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വില്ലേജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ മേധാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ ഭരിക്കുന്നവരെ, രാജാക്കന്മാരും രാജ്ഞിമാരും പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഗവർണറും പട്ടാള മേധാവികൾ, ഗോത്രങ്ങൾ, ദ്വീപുകളെ, ആദിവാസികൾ, ട്രൈബൽ മേഖലയിലായിരിക്കുന്ന സകല ജനത്തെയും കരസേന, വ്യോമസേന, നാവികസേന അധികാരികൾ, അതിർത്തികൾ കാവൽ ചെയ്യുന്നവർക്കായി ക്രമസമാധാന പാലന രംഗത്ത് നിൽക്കുന്ന പോലീസും എൻ്റെ വിവിധ സെക്ഷനുകൾ, എക്സൈസ്, ഫോറസ്റ്റ്, ക്രൈം ബ്രാഞ്ച് രംഗത്തായിരിക്കുന്ന ഫോറസ്റ്റ് വിഭാഗങ്ങൾ, അതുപോലെ ജുഡീഷ്യറിക്കായി പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ. അതോടനുബന്ധമായിരിക്കുന്ന എല്ലാ ജീവനക്കാരെയും, എല്ലാ അഡ്വക്കന്മാർ എല്ലാം കോടതി സംബന്ധമായ എല്ലാ ജീവനക്കാരെയും ഞങ്ങൾ ദൈവരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. എല്ലാവർക്കും സ്വസ്ഥതയും സമാധാനം കൊടുക്കണമേ. ഹല്ലേലൂയ. കർത്താവ്, ഈ സമയത്ത് ഞങ്ങളുടെ കോസ്റ്റുകാരനൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെയൊക്കെയും കർത്താവ് സൂക്ഷിക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഫയർ സ്റ്റേഷനിൽ ജോലി ചെയ്യുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. ഏത് സമയത്തും അവരവിടെ തങ്ങളുടെ ജീവൻ പോലും നോക്കാതെ കർത്താവെ അപകടങ്ങളിൽ ഇറങ്ങി ചെല്ലുമ്പോൾ അവരെയും ദൈവം വേണ്ടതും കർത്താവെ സൂക്ഷിക്കണമായി പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഭരണ സംവിധാനങ്ങളിൽ ഒരു മാറ്റങ്ങൾ, ഒരു തീരുമാനങ്ങൾ കർത്താവെ ജനത്തിൻ്റെ സ്വസ്ഥത വരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. സകല ദുഷ്ടൻ്റെ കീഴിൽ നിന്ന് ജനം വിടുവിക്കപ്പെടണമായി യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കർത്താവെ, ലോക സമാധാനത്തിനാടിയും പ്രാർത്ഥിക്കുകയാണ്. സമാധാനമില്ലാത്ത, സന്തോഷമില്ലാത്ത ജീവിതങ്ങൾ, കുടുംബങ്ങൾ തകർന്നു കിടക്കുന്ന അനുഭവങ്ങൾ കർത്താവെ അതിനൊരു മോചനം ലോക സമാധാനത്തിനാടിയും പ്രാർത്ഥിക്കുന്നു. യേശു പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, ലോകം തരുന്നത് പോലെയല്ല. കർത്താവ്, ഈ ദിവസങ്ങളിൽ സമാധാനമില്ലാത്ത കുടുംബങ്ങളിൽ സമാധാനം പകർന്ന്, ആശ്വാസം പകർന്ന്, ഇവിടെ കഷ്ടതയിൽ കർത്താവെ അവിടെ തുണയായിരിക്കണമേ. എല്ലാ പ്രതികൂലത്തെയും കർത്താവ് നീക്കണമേ. എല്ലാ പ്രതിസന്ധികളും നീക്കം ചെയ്യാൻ പ്രാർത്ഥിക്കുന്നു. പരസ്പരം കർത്താവ്, ഈ കുടുംബ ബന്ധങ്ങൾ ചിഹ്നമാകുന്ന പരസ്പര വഞ്ചനകൾ കർത്താവ് ഇതൊക്കെ പെരുകുമ്പോൾ അതിൻ്റെ നടുവിൽ ഒരു മോചനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. തകർന്നു കിടക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം അതാസ്ഥാനപ്പെടുത്തണമായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. വോൾട്ടേജ് ഹോമിൽ, ജുവൽ ഹോമിൽ കിടക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ വോൾട്ടേജ് ഹോമിൽ കിടക്കുന്ന മാതാപിതാക്കളെ ഓർക്കുന്നു. കർത്താവ് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അതുപോലെ തന്നെ കർത്താവ് സ്തോത്രം. ഹല്ലേലൂയ. ഓർഫണേജിലയക്കുന്ന കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. വഴിയോരങ്ങളിൽ കിടക്കുന്നവരോർത്ത് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ മേഖലയിലും ഒരു സമാധാനത്തിന് അന്തരീക്ഷം പകരുവാൻ യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ്. തകർന്നു കിടക്കുന്ന കുടുംബങ്ങൾ യഥാസ്ഥാനപ്പെടണമേ. ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം വഞ്ചിച്ച് കർത്താവ് എത്രയോ കുടുംബങ്ങളാണ് തകരുന്നത്. അതിൻ്റെ നടുവിലൊരു മോചനത്തിനാടിയും പ്രാർത്ഥിക്കുന്നു. കർത്താവ്, സകലത്തിൻ്റെ നീതി വെളുക്കണമേ. ഈ മഴക്കാലം ദോഷമായി തീരാതെ എല്ലാവർക്കും കർത്താവ് ഒരു സമാധാനം കൊടുക്കണമേ. പല സ്ഥലത്തും വെള്ളക്കെട്ടുകളുടെ പ്രയാസങ്ങളുണ്ട്. അതിനൊക്കെ ഞാൻ വിടിവിക്കപ്പെടാടിയും പ്രാർത്ഥിക്കുന്നു. സകല മഹത്വം എടുക്കണം യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ.